ഹലോ, ഇന്ന് നമുക്കൊരു മീൻ കറി വെച്ചാലോ? കൂട്ടത്തിൽ കുറച്ച് മത്തിയും പൊരിക്കാം. സത്യത്തിൽ എനിക്ക് മീൻ വെട്ടുമ്പോഴൊക്കെ പണ്ടത്തെ എൻ്റെ ചെറുപ്പകാലം ഓർമ്മ വരും കേട്ടോ. എനിക്ക് രാത്രിയിൽ ഉറങ്ങാൻ വലിയ പാടാണ്. എനിക്ക് ഇരുട്ട് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി മൊത്തം ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്നിട്ട് വെളുപ്പിന് 3 മണിയാകുമ്പോൾ അമ്മ ഉണരും. ഞാനിങ്ങനെ പകുതി ഉറക്കത്തിലും പകുതി എണീപ്പിലും ഇങ്ങനെ ഉണർന്ന് കിടക്കുമ്പോൾ 3 മണിക്ക് അമ്മ എണീച്ചൊരു പാചകക്കല ആരംഭിക്കും. ആ സമയത്ത് കേൾക്കുന്ന തട്ടും മുട്ടുകൊണ്ട് ഈ പാത്രത്തിൻ്റെയും വെള്ളം എടുക്കുന്നതിൻ്റെയും തീ കത്തിക്കുന്നതിൻ്റെയും വിറക് മുറിക്കുന്നതിൻ്റെയും ഒക്കെ ഒരു സൗണ്ടുണ്ട്. ആ സൗണ്ട് കേട്ട് തുടങ്ങുമ്പോഴാണ് ഞാൻ സത്യത്തിൽ ഉറങ്ങി തുടങ്ങുന്നത്. ഭാവിയിലുള്ള മുന്നോട്ടുള്ള ജീവിതത്തിനൊക്കെ എനിക്കത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആ ഒരു വെളുപ്പാങ്കാല സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എൻ്റെ ഏറ്റവും സുഖനിദ്രയുടെ സമയം. എനിക്ക് സൗണ്ടുകളും ഒച്ചയും കുറച്ച് വെളിച്ചവും ഒക്കെ വേണമായിരുന്നു ഉറങ്ങാൻ. അതെന്താണെന്നറിയാമോ? ഒരു ഇൻസെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് എപ്പോഴോ ഉണ്ടായതാണ്, ചെറുപ്പത്തിൻ്റെ ഒരു ടൈമിൽ എനിക്ക് ഉണ്ടായതാണ്. അത് ഇന്നും എനിക്ക് ചില സൗണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് ഉറങ്ങും. അപ്പോൾ ഈ മീൻ വെട്ടുമ്പോഴൊക്കെ എനിക്ക് ഞങ്ങളുടെ അടുത്ത് മീനും കൊണ്ട് ഡെയിലി വരുന്നൊരു ചേട്ടൻ്റെ ഓർമ്മ വരും. മുടിയൊക്കെ നീട്ടി വളർത്തി ആ ചേട്ടൻ്റെ സൈക്കിളിൻ്റെ പിന്നിലുള്ള ആ വലിയ കൊട്ടയിൽ എന്നും മിക്കവാറും ദിവസങ്ങളിൽ മത്തിയായിരിക്കും കേട്ടോ. മത്തി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മത്തിയൊന്നുമല്ല, ഇന്നൊക്കെ ഭാഗ്യത്തിന് നല്ല രുചിയുള്ള മത്തി കിട്ടിയാൽ കിട്ടി. അന്ന് അങ്ങനല്ല, കൊണ്ടുവരുന്ന മത്തി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പരിഞ്ഞിലുള്ളതായിരിക്കും അല്ലെങ്കിൽ നെയ്യുള്ളതായിരിക്കും. ഈ രണ്ട് കാലത്തും മത്തി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല നെയ്യ് മുറ്റിയ മത്തിയായിരിക്കും. നമുക്ക് 5 രൂപയ്ക്ക് 5 മത്തി എന്ന് കിട്ടും. 10 രൂപയ്ക്കാണെങ്കിൽ 10 മത്തി കിട്ടും. അതൊരു തേക്കലയിൽ ഇങ്ങനെ വാങ്ങിയിട്ട് വരും. അപ്പോൾ അമ്മ രാവിലെ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ വേറെ അമ്മയുടെ ജോലിക്കായിട്ട് വെളുപ്പിനെ പോകും. പിന്നെ ഈ ഇളയ 2 പിള്ളേരെ നോക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വീട്ടിൽ മറ്റാരും ഇല്ല. ഇളയ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 5 വയസ്സിന് വ്യത്യാസമുള്ളൂ ഞാനും എൻ്റെ സഹോദരങ്ങൾ തമ്മിൽ കേട്ടോ. അപ്പോൾ ഇവരെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് ഡ്യൂട്ടി അന്ന് എനിക്കായിരുന്നു. സത്യത്തിൽ ഇന്ന് എൻ്റെ മോനെ ഇളയാളെ ഏൽപ്പിച്ചിട്ട് പോകുമെന്ന് ചോദിച്ചാൽ അവരും 5 വയസ്സ് വരെ വ്യത്യാസമുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ഏൽപ്പിച്ചിട്ട് പോകത്തില്ല. കാരണം അവൻ അതിന് തക്കതായിട്ട് മെച്യൂരിറ്റി ഉണ്ടെന്ന് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. പക്ഷെ അമ്മ എന്നെ ഏൽപ്പിച്ചിട്ട് പോകുമായിരുന്നു. അന്നത്തെ അമ്മയുടെ ബുദ്ധിമുട്ട് കൊണ്ടാണോ അതോ ഞാൻ അത്രയും കേപ്പബിൾ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഇവരെയൊക്കെ ഉണർത്തി ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് പിന്നെ വൃത്തിയാക്കി എന്നിട്ട് ഞാൻ ഈ മീനിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അത് ഈ തേക്കലയ്ക്കകത്ത് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് ഒരു തേക്കല നിറയെ ഉണ്ടാവും കേട്ടോ ഈ മത്തി. അതിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വെട്ടി കഴുകി ഇത് ഫുള്ളങ്ങ് വറക്കും. പൊരിച്ചിട്ട് അമ്മ എന്തോ ടേസ്റ്റ് എന്നറിയാമോ? ആ മത്തിയുടെ ടേസ്റ്റ് ഇപ്പോഴും നാവിലോട്ട്. ഇപ്പോഴൊന്നും ഒരിക്കലും നമുക്ക് ആ ടേസ്റ്റിലുള്ള മത്തി നല്ല ഒരു മീനും കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കഴുകി, അപ്പോൾ ഇതൊക്കെ എപ്പോഴും മീൻ വെട്ടുമ്പോൾ ആ ഒരു കാലഘട്ടം എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മ വരും കേട്ടോ. അപ്പോൾ അതിങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കും. പിന്നെ 4 മണിക്ക് ചിലപ്പോൾ വിശന്ന അന്നേരം അത് കഴിക്കും. വൈകുന്നേരം അമ്മ വരുന്നത് വരെ ഞങ്ങളിങ്ങനെ ഇതൊക്കെ കുറച്ച് കഴിച്ച് അങ്ങനെ ടിവിയോ ഫോണോ അങ്ങനത്തെ ഒരു സാധനവും ഇല്ലാതിരുന്ന നമ്മുടെ 90s കാലഘട്ടം. അപ്പം അന്ന് ഇതുപോലെ മുറ്റത്തൊരു പായൊക്കെ വിരിച്ച് തണൽ നോക്കി അവിടെ മാറി ഇങ്ങനെ ഇരുന്ന് കളിച്ച് അങ്ങനെ സമയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അതൊന്നും സമയം പോകത്തേയില്ല. ഇന്ന് നേരെ വിളക്കുന്ന കാണാം, വൈകുന്നേരം ആവുന്നതും കാണാം. എത്ര പെട്ടെന്നാണ് സമയം പോകുന്നതല്ലേ. അപ്പം മീൻകറി വെക്കുമ്പോൾ എനിക്കിതൊക്കെ ഓർമ്മ വരും കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് മീൻ വെട്ടുമ്പോൾ ചിന്ത വരും. അങ്ങനെ ഇന്നിപ്പോൾ നമുക്ക് വെട്ടാനുള്ളത് നല്ല ചെങ്കലവയും അയലയോ മത്തിയാണ് കേട്ടോ. അത് പറഞ്ഞ മാതിരി ഈ മത്തി നല്ല ടേസ്റ്റുള്ള മത്തിയായിരുന്നു കേട്ടോ. കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. കുറേ നാളുകളായിട്ട് കുഞ്ഞുമത്തി കിട്ടിക്കൊണ്ടിരിക്കലായിരുന്നു. ഇതിപ്പോൾ അത്യാവശ്യം ഒരു ദൃഢതയുള്ളൊരു മത്തിയായിരുന്നു. അങ്ങനെ ഈ ചെങ്കലവ എല്ലാം കൂടി ഞാൻ വെട്ടി കഴുകി മീൻ കറി വെക്കാനും മത്തിയെല്ലാം കൂടെ പൊരിക്കാനുമാണ് എൻ്റെ പ്ലാൻ. കാരണം ചെങ്കലവ കറിയാണ്. കാരണം ഇത് വറുത്താൽ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് ഈ മത്തി പൊരിക്കാനൊരു ആഗ്രഹം വന്നതുകൊണ്ട് അതിനെ ഞാൻ പൊരിക്കാനായിട്ട് മാറ്റി വെച്ചു. ഇതെല്ലാം കൂടെ കറി വെക്കാനായിട്ട് മാറ്റി വെച്ചു. മീൻ ഏറ്റവും കൂടുതലും ഞങ്ങളിങ്ങനെ മുളകിട്ട വെക്കാറില്ല കേട്ടോ. വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ തേങ്ങ അരച്ച് കറി വെക്കാറില്ല. എനിക്ക് തോന്നുന്നു ആലപ്പുഴ ഈ ഭാഗത്തൊക്കെ എല്ലാവരും ഇങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല മുളകിട്ട കറിയാണ് വെക്കുന്നത്. അപ്പോൾ ഇത് ചെങ്കലവയാകുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ഇട്ടങ്ങ് ഇളക്കരുത്. ഇത് നല്ലോണം പൊടിഞ്ഞു പോകുന്ന മീനായത് കേട്ടോ. അപ്പം കുറച്ച് ഇത് തിളച്ചൊക്കെ വരുമ്പോഴത്തേക്കും കറിവേപ്പില ഇട്ടിട്ട് ഇങ്ങനെ സ്പൂൺ ഇടയ്ക്ക് കൂടെ സ്പേസ് ഉള്ളിടത്തുകൂടി ഇങ്ങനെ ഒന്ന് കയറ്റി ഇളക്കി ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കുമോ ഓക്കെ. അല്ലെങ്കിൽ ഇങ്ങനെ അമ്മയൊക്കെ ആണെങ്കിൽ ചട്ടി എടുത്ത് ഇങ്ങനെ കറക്കും. എനിക്കതിന് അത്ര അങ്ങോട്ട് പ്രാക്ടീസ് ഇല്ല. എന്നാലും കുഴപ്പമില്ല, ചില സമയത്തൊക്കെ ചെയ്യും കേട്ടോ. അതായത് കയ്യിൽ നിന്ന് പോകുമോ എന്നൊരു പേടിയുണ്ട്. പിന്നെ ആ ബാക്കി മസാലയൊക്കെ തേച്ച് വെച്ച മത്തിയെല്ലാം കൂടെ ഞാൻ അടിപൊളിയായിട്ട് പൊരിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഊണിന് നമുക്ക് കൂമ്പ് തോരനും മത്തി പൊരിച്ചതും പിന്നെ കുറച്ച് ചെങ്കലവ കറി. നേരത്തെ ഈ പറഞ്ഞ കൂമ്പൊക്കെ ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. ഇന്നിപ്പം വില കൊടുത്താണ് കേട്ടോ കൂമ്പ് വാങ്ങുന്നത്. പണ്ട് വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇഷ്ടം പോലെ അമ്മ എവിടുന്നെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചിട്ട് വരും. ഒന്ന് ഈ പറമ്പിൽ നിന്നോ അല്ലെങ്കിൽ അയലത്തെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നോ എന്തായാലും ആഴ്ചയിൽ 1-2 കൂമ്പ് എപ്പോഴെന്നെങ്കിലും ഉറപ്പായിട്ടും കാണും.
ഇത് പക്ഷേ ഞാൻ പൈസ കൊടുത്ത് വാങ്ങുന്ന കേട്ടോ. അപ്പോൾ കാന്താരി ഇടിക്കാനുള്ള ഇടുകല്ലിടൊക്കെ നോക്കിയിട്ട് കാണുന്നില്ല, ഇവര് പ്ലേറ്റിൻ്റെ സൈഡിലോട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. ഇത് നമ്മുടെ മുട്ടത്തെ കാന്താരി കേട്ടോ, ബാക്കി എല്ലാം കാശ് കൊടുത്ത് വാങ്ങുന്നതാണ്. അങ്ങനെ തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകവും ഒക്കെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ട് ഈ കൂമ്പ്, ഇത് കൂമ്പ് വാഴക്കൂമ്പാട്ടോ, നല്ലതായിട്ട് സെറ്റാക്കി വെച്ച് കടുവൊക്കെ പൊട്ടിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് ഇത് നന്നായിട്ട് ഒന്ന് പൊരിച്ചെടുത്തിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കൂമ്പില്ലേ അത് അതിലോട്ടിട്ടിട്ട് ഒന്ന് തത്തിപ്പൊത്തി വെക്കും. ഞാനിതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കത്തില്ല കേട്ടോ, കാരണം കൂമ്പ് പൂവല്ലേ, അപ്പോൾ പൂവും ഈ ഇലയൊക്കെ വേവാനും വാടാനും ഒക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് അതിൽ നിന്ന് തന്നെ ആ ആവിയിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്നൊരു ഈർപ്പമില്ലേ, ആ ഈർപ്പത്തിൽ തന്നെ ഇരുന്ന് അതങ്ങ് വെന്തോളും. അങ്ങനെ അത് വെന്ത് സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പയറും തൊമരയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഊണി സെറ്റാക്കി. അപ്പോൾ അത്രേ ഉള്ളൂ. കേട്ടോ, ബൈ ബൈ, സീ യു.